ഹരിയോം ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 170 ശ്ലോകങ്ങളുടെ സാമാന്യമായ അർത്ഥം കണ്ടുകഴിഞ്ഞു. ഇനി 171 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ദക്ഷിണാ ദക്ഷിണാരാധ്യ ദരസ്മേര മുഖാംബുജ. ദക്ഷിണാ ദക്ഷിണാരാധ്യ, അതായത് ദക്ഷിണ മാർഗത്തിലൂടെയും അദക്ഷിണ മാർഗത്തിലൂടെയും ആരാധ്യയായ ദേവി. ഈ ദക്ഷിണമാർഗം അദക്ഷിണമാർഗം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം എന്ന് വെച്ചാൽ ദക്ഷിണമാർഗം എന്ന് വെച്ചാൽ കർമ്മമാർഗം, അദക്ഷിണമാർഗം എന്ന് വെച്ചാൽ ജ്ഞാനമാർഗം. അങ്ങനെയുള്ള മാർഗങ്ങളാൽ ആരാധ്യയായ ദേവി. ഈ കർമ്മയോഗത്തിനെയും ജ്ഞാനയോഗത്തിനെയും കുറിച്ച് വിശദമായി ഭഗവത്ഗീതയിലുണ്ട്, അതെല്ലാവർക്കും അറിയാം. അങ്ങനെ ഉള്ളവരാൽ ആരാധ്യയായ ദേവി. ദരസ്മേര മുഖാംബുജ. ദരസ്മേരം എന്ന് വെച്ചാൽ മന്ദഹാസം, മന്ദഹാസമധുരമായ മുഖാംബുജത്തോടു കൂടിയ ദേവി, അതാണ് ദരസ്മേര മുഖാംബുജ. അപ്പോൾ ദക്ഷിണാ ദക്ഷിണാരാധ്യ ദരസ്മേര മുഖാംബുജ. ഇനി കൗലിനി കേവല അനർഘ്യ കൈവല്യ പദദായിനി. കൗലിനി കേവല, കൗലിനി എന്നും പറയാം, കൗളിനി എന്നും പറയാം. കൗളിനി കേവല എന്ന് വെച്ചാൽ കൗളന്മാർ, അതായത് കൗലന്മാർ ആരാധിക്കുന്ന കേവല തത്വമായ ദേവി. കൗളന്മാർ എന്ന് വെച്ചാൽ കൗളമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, അതായത് കുണ്ടലിനിയെ ഉണർത്തി സഹസ്രാര പത്മത്തിലോട്ട് എത്തിക്കുന്ന പ്രക്രിയയാണ് കൗളമാർഗം. അങ്ങനെയുള്ളവരാൽ ആരാധിക്കുന്ന കേവല തത്വമായ ദേവി കൗളിനി കേവല. അനർഘ്യ കൈവല്യപദദായിനി. അനർഘ്യം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ കൈവല്യപദം നൽകുന്ന ദേവി, അതായത് മോക്ഷപദം നൽകുന്ന ദേവി. അപ്പോൾ കൗലിനി കേവല അനർഘ്യ കൈവല്യപദദായിനി. അടുത്തത് സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ. സ്തോത്രപ്രിയ, സ്തോത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവി. സ്തുതിമതി, സ്തുതിക്കപ്പെടുന്നവളായ ദേവി. ആരെ സ്തുതിച്ചാലാണോ ഐശ്വര്യവും ജ്ഞാനവും കൈവരുന്നത്, അങ്ങനെയുള്ള ദേവി സ്തുതിമതി. ശ്രുതി സംസ്തുത വൈഭവ. ശ്രുതി എന്ന് വെച്ചാൽ വേദങ്ങൾ, വേദങ്ങൾ പുകഴ്ത്തുന്ന മഹിമയോടുകൂടിയ ദേവി, അതായത് വേദങ്ങൾ പറയുന്ന സത്യമൊക്കെ ദേവിയെ തന്നെയാണ്. അതാണ് ശ്രുതി സംസ്തുത വൈഭവ. അപ്പോൾ സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ. അടുത്തത് മനസ്വിനി മാനവതി മഹേശി മംഗളാകൃതി. മനസ്വിനി, വിശേഷപ്പെട്ട മനസ്സോട് കൂടിയവൾ. ഇനി അങ്ങോട്ട് ലഘുവായിട്ടുള്ള പദങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, വിശദമായി പറയേണ്ട ആവശ്യമില്ല. മാനവതി, ശ്രേഷ്ഠമായ അഭിമാനത്തോടു കൂടിയ ദേവി. മഹേശി, മഹേശ്വരൻ്റെ പത്നിയായ ദേവി. മംഗളാകൃതി, മംഗളസ്വരൂപിണിയായ ദേവി. അപ്പോൾ മനസ്വിനി, മാനവതി, മഹേശി, മംഗളാകൃതി. ഇനി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി. വിശ്വമാത, ഈ വിശ്വജനനിയായ ദേവി. ജഗദ്ധാത്രി, ജഗത്തിനെ ധരിക്കുന്ന ദേവി. ധാത്രി എന്ന് വെച്ചാൽ ജഗത്തിനെ പാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു, അതാണ് ജഗദ്ധാത്രി. വിശാലാക്ഷി, വിശാല നേത്രങ്ങളുള്ള ദേവി. വിരാഗിണി, പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു ആസക്തി ഇല്ലാത്ത ദേവി, അതാണ് വിരാഗിണി. വിശ്വമാത, ജഗദ്ധാത്രി, വിശാലാക്ഷി, വിരാഗിണി. അടുത്തത് പ്രഗത്ഭ പരമോദാര പരാമോദ മനോമയി. പ്രഗത്ഭ, അതായത് എല്ലാ കാര്യങ്ങളിലും, അത് പ്രപഞ്ച കാര്യങ്ങളിലൊക്കെ ശക്തിയും സാമർഥ്യവുമുള്ള ദേവി പ്രഗത്ഭ. പരമോദാര, അത്യന്തം ഉദാരമായ ദേവി. പരാമോദ, പരാമോദം എന്ന് വെച്ചാൽ പരമാനന്ദ സ്വരൂപിണിയായ ദേവി. മനോമയി, മനസ്സായി വിളങ്ങുന്ന ദേവി. അപ്പോൾ പ്രഗത്ഭ, പരമോദാര, പരാമോദ, മനോമയി. അടുത്തത് വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി. വ്യോമകേശി, അതായത് വ്യോമം എന്ന് വെച്ചാൽ ആകാശം, ആകാശമാകുന്ന
തലമുടിയോടുകൂടിയ ദേവി. ദേവിയുടെ വിരാട് രൂപത്തിൽ ആകാശം തലമുടിയാണ് എന്നാണ് പറയുന്നത്. അതാണ് വ്യോമകേശി. വിമാനസ്ഥ, വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. പിന്നെ വിമാനത്തിന് സാധാരണ ഈ അർത്ഥത്തിന് പുറമേ ഉപാധിരഹിതമായ ബ്രഹ്മം എന്നും വേദാദി ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അതാണ് വിമാനസ്ഥ. വജ്രിണി, വജ്രായുധം ധരിച്ച ദേവി. വാമകേശ്വരി, അതായത് ഒരു തന്ത്രമുണ്ട്, വാമകേശ്വരം എന്ന ഒരു തന്ത്രമുണ്ട്. ആ വാമകേശ്വര തന്ത്രത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈശ്വരിയായ ദേവി വാമകേശ്വരി. അപ്പോൾ വ്യോമകേശി, വിമാനസ്ഥ, വജ്രിണി, വാമകേശ്വരി. അടുത്തത് പഞ്ചയജ്ഞപ്രിയ, പഞ്ചപ്രേത മഞ്ചാധിശായിനി. പഞ്ചയജ്ഞപ്രിയ, പഞ്ചയജ്ഞങ്ങളിൽ പ്രീതിയുള്ള ദേവി. എന്തൊക്കെയാണ് പഞ്ചയജ്ഞം? ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം എന്നിവയാണ് പഞ്ചയജ്ഞങ്ങൾ. ഇവയെല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ് ഈ പഞ്ചയജ്ഞങ്ങൾ. ഇങ്ങനെയുള്ള പഞ്ചയജ്ഞങ്ങളിൽ പ്രീതിയുള്ള ദേവി, അതാണ് പഞ്ചയജ്ഞപ്രിയ. പഞ്ചപ്രേത മഞ്ചാധിശായിനി, അതായത് ഇത് നമ്മൾ 22ാമത്തെ ശ്ലോകങ്ങളിൽ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് കണ്ടു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ് 5 ദേവന്മാർ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ഇവർ വഹിക്കുന്ന മഞ്ചത്തിൽ ശയിക്കുന്ന ദേവി. ഈ ദേവിയുടെ സാന്നിധ്യമൊന്നുമില്ലെങ്കിൽ ശവസമാനമായതുകൊണ്ടാണ് അവരെ പഞ്ചപ്രേതങ്ങൾ എന്ന് പറയുന്നതെന്ന് നമ്മൾ അന്നും പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള 5 ദേവന്മാർ വഹിക്കുന്ന മഞ്ചത്തിൽ ശയിക്കുന്ന ദേവി പഞ്ചപ്രേത മഞ്ചാതിശായിനി. അപ്പോൾ പഞ്ചയജ്ഞപ്രിയ, പഞ്ചപ്രേത മഞ്ചാതിശായിനി. അടുത്തത് പഞ്ചമി, പഞ്ചഭൂതേശി, പഞ്ചസംഖ്യോപചാരിണി. പഞ്ചമി, ഈ പറഞ്ഞ 5 ദേവന്മാരുണ്ടല്ലോ, അതിൽ 5ാമത്തേത് സദാശിവനാണ്. ആ സദാശിവൻ്റെ പത്നിയായ ദേവി, അതാണ് പഞ്ചമി. പഞ്ചഭൂതേശി, പഞ്ചഭൂതങ്ങളുടെയും ഈശ്വരിയായ ദേവി. പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങളുടെയും ഈശ്വരിയായ ദേവി പഞ്ചഭൂതേശി. പഞ്ചസംഖ്യോപചാരിണി, അതായത് 5 വിധം ഉപചാരങ്ങളോടുകൂടി ആരാധിക്കേണ്ടതായ ദേവി. 5 വിധം ഉപചാരങ്ങൾ എന്ന് വെച്ചാൽ ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം എന്നീ 5 വിധം ഉപചാരങ്ങളോടുകൂടി ആരാധിക്കേണ്ട ദേവിക്കാണ് പഞ്ചസംഖ്യോപചാരിണി. അപ്പോൾ പഞ്ചമി, പഞ്ചഭൂതേശി, പഞ്ചസംഖ്യോപചാരിണി. അടുത്തത് ശാശ്വതി, ശാശ്വതൈശ്വര്യ, ശർമ്മദാ, ശംഭുമോഹിനി. ശാശ്വതി, എന്നും ഉള്ളവൾ, നിത്യയായ ദേവി, അതാണ് ശാശ്വതി. ശാശ്വതൈശ്വര്യ, ശാശ്വതമായ ഐശ്വര്യത്തോടു കൂടിയ ദേവി. ശർമ്മദ, ശർമ്മദ എന്ന് വെച്ചാൽ ഏറ്റവും ശാന്തിയും ആനന്ദവും നൽകുന്ന ദേവി, അതാണ് ശർമ്മദ. ശംഭുമോഹിനി, ശംഭു എന്ന് വെച്ചാൽ ശിവനാണ്, ശിവനെ മോഹിപ്പിക്കുന്ന ദേവി. അപ്പോൾ ശാശ്വതി, ശാശ്വതൈശ്വര്യ, ശർമ്മദ, ശംഭുമോഹിനി. അടുത്തത് ധരാധരസുത, ധന്യ, ധർമ്മിണി, ധർമ്മവർദ്ധിനി. ധര, ധര എന്ന് വെച്ചാൽ ഈ ഭൂമി തന്നെ, ജീവജാലങ്ങളെയൊക്കെ ധരിക്കുന്ന ഭൂമിയായ ദേവി. ധരസുത, ധരൻ എന്ന് വെച്ചാൽ ഹിമവാൻ, ധരസുത എന്ന് വെച്ചാൽ ഹിമവത് പുത്രിയായ ദേവി. ധന്യ, അനന്തമായ ധനസൗഭാഗ്യങ്ങളുള്ള ദേവി. ധർമ്മിണി, ധർമ്മനിഷ്ഠയുള്ളവളായ ദേവി. ധർമ്മവർദ്ധിനി, ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവൾ. അതാണ് അപ്പോൾ ധരാ, ധരസുത, ധന്യ, ധർമ്മിണി, ധർമ്മവർദ്ധിനി. അടുത്തത് ലോകാതീത, ഗുണാതീത, സർവാതീത, ശമാത്മിക. ലോകാതീത, ലോകത്തിനും അതായത് പ്രപഞ്ചത്തിന് അതീതയായി വർത്തിക്കുന്ന ദേവി. ഈ സ്ഥൂലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ മഹാകൈലാസത്തിൽ വർത്തിക്കുന്നവളാണ് ദേവി. ആ സ്ഥൂല പ്രപഞ്ചത്തിനും അതീതയായി ആത്മരൂപേണ വർത്തിക്കുന്നവൾ എന്ന് സൂക്ഷ്മമായ അർത്ഥമുണ്ട്. അതാണ് ലോകാതീത. ഗുണാതീത, ഗുണങ്ങൾക്കും അതീതയായ ദേവി. ത്രിഗുണങ്ങളില്ല,
അതില്ലേ, അതിനും അതീതയായ ദേവി, ഗുണാതീത, സർവാതീത, എല്ലാത്തിനെയും അതിക്രമിച്ചിരിക്കുന്ന ദേവി, സർവാതീത, ശമാത്മിക, ശമം എന്ന് വെച്ചാൽ ശാന്തി, ശാന്തി സ്വരൂപിണിയായ ദേവി, അതാണ് ശമാത്മിക. അപ്പോൾ ലോകാതീത, ഗുണാതീത, സർവാതീത, ശമാത്മിക. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അടുത്ത വീഡിയോയും കൂടെ ആവുമ്പോൾ ഈ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ പഠനം പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരിയ.